ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി വിഷു ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. വിഷുവിൻ്റെ തലേദിവസമോ വിഷുവിൻ്റെ അന്നോ അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇത് ഞങ്ങളുടെ അക്കാഡമിയിലെ വിഷു സെലിബ്രേഷനാണ് കേട്ടോ. വിഷുവിനും എനിക്ക് തോന്നുന്നു 14-ാം തീയതി നമ്മുടെ വിഷുവായിരുന്നു. വിഷുവിനും തൊട്ട് മുന്നത്തെ ആഴ്ചയിലായിരുന്നു ഞങ്ങളുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം നമ്മുടെ രഞ്ജു മാമിൻ്റെ ഒഴിവ് നോക്കിയിട്ട് വിഷുവിന് തൊട്ട് മുന്നത്തെ ബുധനാഴ്ചയായിരുന്നു ഞങ്ങൾ വിഷു സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എണീറ്റത്. പക്ഷേ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഓട്ടോ പിടിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടിയത് കേട്ടോ. കാരണം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കഷ്ടകാലം നേരത്തിന് എന്താണെന്ന് വെച്ചാൽ 9:10 വരേണ്ട ട്രെയിൻ 9:10 തന്നെ വന്നു. പിന്നെ ഒരു 3/4 മണിക്കൂറും കൂടി പുതുക്കാട് സ്റ്റേഷനിൽ തന്നെ സ്റ്റേ ആയിരുന്നു കേട്ടോ. മീൻസ് അവിടെ പിടിച്ചിട്ടു. അപ്പോൾ നമ്മൾ കഷ്ടകാലത്തിന് 10 മണിക്ക് അങ്കമാലിയിൽ എത്തേണ്ട ട്രെയിൻ 11:45 അവിടെ എത്തിയത്. അപ്പോൾ മനസ്സിലാവുമല്ലോ എത്ര കണ്ട് ലേറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ക്ലാസ്സിൽ ഞാൻ എത്തുന്ന സമയത്ത് ഏകദേശം വിഷു കണി കാണലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് സെലിബ്രേഷനായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം ക്ലാസ്സൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് നമ്മുടെ വിഷു സദ്യ മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അവിടെ ക്ലാസ് എടുക്കൽ തന്നെയായിരുന്നു അധികമായിട്ടും. പിന്നെ ഉച്ചയായപ്പോൾ രഞ്ജു മാം വന്നു. മീൻസ് ആൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി, 3 മണിക്കായിരുന്നു. ഞങ്ങൾ സദ്യക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എത്തിയത്. അങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു സെക്ഷൻ, അങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 മണി 4:30 ആയപ്പം വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അടിച്ചുപൊളി പരിപാടി സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അതിന് പ്ലാൻ ചെയ്യാനോ അതിൻ്റേതായ റിഹേഴ്സലിനോ അവിടെ ടൈമില്ല, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീൽ കഴിഞ്ഞ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ സിറ്റഫാലിൻ്റെ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തു. ദെൻ മോയ്സ്ചറൈസർ, ടോണർ ഞാൻ പ്ലമ്മിൻ്റെ നിയാസിനമൈഡിൻ്റെ ടോണറാണ് കേട്ടോ. അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ദെൻ മോയ്സ്ചറൈസറായിട്ട് ന്യൂട്രിഡമിൻ്റെയോ അതോ സെറ്റോഫെൽ ഡോക്ടർ ഷെത്തിൻ്റെയോ ആണ് ഇട്ടേന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടു. ഫൗണ്ടേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെ ബോബി ബ്രൗണിൻ്റെ ആണ്. അത് ലൈറ്റായിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് വല്ലാണ്ട് അങ്ങനെ മേക്കപ്പ് ഇട്ടേരും നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതല്ലേ, പെട്ടെന്ന് ടള്ളായിപ്പോവും. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്യുന്ന മേക്കപ്പിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഞാനിപ്പോൾ കോസ്മെറ്റോളജി പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളും ഒന്നല്ല, ഞങ്ങൾക്ക് അതിൻ്റെ സെക്ഷൻസ് ഒന്നും എടുത്തിട്ട് തന്നെയില്ല. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരു മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ദൈവം തമ്പുരാൻ എന്നെ ഓർമ്മയില്ല. കാരണം വീഡിയോൻ്റെ വോയിസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് നമ്മുടെ വിഷുവിൻ്റെ അന്ന് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ BSCയുടെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ 02 നമ്പർ 02 ആണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. കാരണം ഒന്ന് സ്വെറ്റൊന്ന് വരാണ്ടിരിക്കാനും മേക്കപ്പ് ഒന്ന് സെറ്റായിരിക്കാനും. അതിന് ശേഷം ഐലിഡിൽ നമ്മളുടെ ഹുഡ ബ്യൂട്ടിയുടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതെ, അതിൽ ന്യൂഡ് പാലറ്റിൽ ഒരു ഷെയ്ഡ്, ഒരു മെറൂൺ ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം ഗോൾഡൻ ഷിമ്മർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഇച്ചിരിയും കൂടി നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ലെവലായിട്ടുള്ള ഒരു പാലറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് കേക്കി ഫീലോ അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്ത ഫീലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ലൈറ്റായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു തിളക്കം പോലെ ഷിമ്മറി പോലെയേ ഉള്ളൂ. ഒട്ടും തന്നെ അങ്ങനെ ഐ ഷാഡോ ഇട്ട് ഡാൻസിന് പോകുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ദെൻ നമുക്ക് കണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കണ്ണെഴുതുന്ന കാര്യം ഞങ്ങളുടെ അമ്മ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് കണ്ണെഴുതും എന്നാണ് അവൾ പറയുന്നത്. അതായത് ഞാൻ ഉള്ളിൽ കൂടെ, അതായത് കണ്ണെഴുതിയിട്ടുണ്ട് എന്ന് അറിയാത്തൊരു രീതിയിലാണ് എൻ്റെ കണ്ണെഴുത്തിട്ടം. അതിന് മുന്നേ ഞാൻ PSCയുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐബ്രോ പാലറ്റിൽ നിന്നും ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന രീതിയൊക്കെ ശരിയാണോ എന്ന് അറിയില്ല കേട്ടോ. കോസ്മെറ്റോളജി സൈഡിൽ നിന്നും ശരിയാണോ എന്ന് അറിയില്ല. ഞാൻ ചെയ്യുന്ന രീതിക്കാണ് ഇന്നത്തെ എൻ്റെ മേക്കപ്പ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇത് നമ്മൾ പിക്സിയുടെ പുതിയ ബ്ലഷാണ് കേട്ടോ. റൂബി എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള പുതിയ ബ്ലഷാണ്. അതൊക്കെ ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം
ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട്, ലിപ്പ് ലൈനറിൻ്റെ ഷെയ്ഡോ ബ്രാൻഡോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതിനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ആ സംഭവത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും കേട്ടോ. അതിന് ശേഷം എനിക്ക് തോന്നുന്നു വർത്ത് ഇറ്റ് മീഡിയം, നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ വർത്ത് ഇറ്റ് മീഡിയമാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ലോറിയലിൻ്റെ തന്നെ സൂപ്പർ സ്റ്റേയിലെ ലോറിയൽ അല്ല മെബ്ലൈൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ഷെയ്ഡും കൂടി ഞാൻ ഇട്ടു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല. ഇത്രയും കൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഷെയ്യുമ്പറിൻ്റെ ഇച്ചിരി മെറൂൺ ബർഗണ്ടി ഷെയ്ഡുള്ള ഒരു ഷെയ്ഡും കൂടി എടുത്തപ്പോഴാണ് എനിക്ക് ആ ലിപ്സ്റ്റിക്കിലൊരു സാറ്റിസ്ഫാക്ഷൻ വന്നത്. അതെപ്പോഴായാലും അത്ര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചാലും 1, 2, 3 കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ, അതായത് എനിക്ക് എൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ഇതൊക്കെ കിട്ടുന്ന കേട്ടോ. ഈ 3 ലിപ്സ്റ്റിക്കും അത്യാവശ്യം നല്ല ലോങ് സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ലിപ്സ്റ്റിക്കിൽ നിന്ന് പോകത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഇതെൻ്റെ ലാസ്റ്റ് ആപ്ലിക്കേഷനായിരുന്നു ചെയ്യുമ്പോഴേ ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ക്ലാസ്സിൽ ഈ ലിപ് ക്രയോൺ കൊണ്ടുപോയിട്ട് എവിടെയോ മിസ്സായി, കാണാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കേട്ടോ. ഞാൻ ബ്ലഷ് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് ഗൈസ്. ബ്ലഷ് ഇടാനും കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. ഇനി മെയിനായിട്ട് എന്താ പരിപാടി, ഹെയർ അയൺ ചെയ്യണം. ഹെയർ അയൺ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐക്കോണിക് പ്രൊഫഷണലിൻ്റെ ഒരു അയണറാണ് കേട്ടോ. ഇത് ഒരുപാട് നേരം ലാസ്റ്റ്, സത്യം പറഞ്ഞാൽ അടുത്ത ഹെയർ വാഷ് വരെ ഒരു 80% നിൽക്കും. ഇന്ന് വൈകുന്നേരം വരെ പോലെ നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന വരെയാണെന്നുണ്ടെങ്കിൽ ഒരു 80% പോവാണ്ട് നിൽക്കും. നന്നായിട്ട് ഹെയർ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓടി പഠിച്ച് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. ആ സമയത്ത് ട്രെയിനുകൾ 1, 2 പോയി. അതിനുശേഷം നമ്മൾ ട്രെയിൻ വന്നിട്ട് വേറെ 2, 3 ട്രെയിനും കൂടെ പോയി. കാരണം നമ്മൾ ഇവിടെ നിന്ന് എടുത്തപ്പം എനിക്ക് തോന്നുന്നു 10 മണി ആവാറായിട്ടുണ്ട് പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മെമു എടുത്തപ്പോൾ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ മുടി അഴിച്ചിട്ട് വന്ന് പിന്നെ ഓട്ടോയിൽ വെച്ചൊരു ക്ലിപ്പൊക്കെ ഇട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ സമയത്ത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു വരുന്നത് കണ്ടപ്പോഴായിരിക്കണം. അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ ഇതാണ് നമ്മുടെ മറിയ, ജോയ്സി ചേച്ചി, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ആയിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു 15ഓളം സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സെറ്റുമുണ്ട്, ധാവണി, അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റായിരുന്നു. അറിയാലോ, നമ്മുടെ വിഷു ബേസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് സുബി. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ സദ്യ വിളമ്പലാണ്. സദ്യ ഉണ്ണുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായുള്ള കാര്യമായിരുന്നു. കാരണം നിലത്തിരിക്കാൻ എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളുടെ അക്കാഡമിയിൽ ചെയർന്ന് വെച്ചാൽ വിത്ത് നമ്മളുടെ മറ്റേ എഴുതുന്ന ആ ഒരു ടേബിളിൻ്റെ സംഭവം കൂടി ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിരുന്നതിന് ശേഷമാണ് ഇല വയ്ക്കാനും പറ്റുക. ഇല എടുത്തു കൊണ്ടുപോയി അതാണ് എഴുന്നേറ്റ് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നത്. ഫസ്റ്റ് ബാച്ചിൽ കുറച്ച് കുട്ടികളിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇലവിളമ്പിലല്ല സദ്യ വിളമ്പലായിരുന്നു ഗേസ്. അപ്പോൾ ഇതൊരു പ്രത്യേക വൈബായിരുന്നേ. ഇങ്ങനെ ഒരുപാട് തരം കറികളും 2 തരം അച്ചാർ, പായസം, പാലട പായസം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ വിളമ്പി കൊടുത്തു. ബാക്കി എന്താ, അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കഴിച്ചു. ഇനി വീഡിയോയുടെ എക്സാക്ട് വോയിസ് നിങ്ങൾ കേട്ടോളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞങ്ങൾ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രഞ്ജു മാം വന്നത് കേട്ടോ. അപ്പോൾ ബാക്കി അതൊക്കെ ഞാൻ ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹായ്. രസമല്ല, സാമ്പാറല്ലേ അത്?
വയറും വലുതാക്കിക്കോ. അയ്യോ ഇവള് തന്നെ ഇരിക്കണം, അപ്പുറത്ത് ആരുമില്ല. പഴം പായസം എല്ലാം ഇടും. സാമ്പാർ തന്നില്ലേ അവര്? ഇവിടെ സാമ്പാർ കിട്ടി. നൈസ്, അടിപൊളി. സാമ്പാർ നന്നായിട്ട്, എല്ലാ കറികളും നന്നായി. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആളുടെ പറയും. സൂപ്പർ സൂപ്പർ സത്യം. പറഞ്ഞ ബിഹൈൻഡ് ദ സീൻ കഴിക്കാനാണ് ഗൈസ്. ബിഹൈൻഡ് ദ സീൻ പായസം കുടിക്കാണോ? നല്ലാലേ, ട്രൈ ചെയ്ത് നോക്കൂ, കഴിച്ചു നോക്കൂ. രസം ലാസ്റ്റ് അല്ലേ കൊടുക്കണ്ടേ? രസം കൊടുത്തോ? രസം അവര് ചോദിച്ചാൽ കൊടുക്കാം. ചോദിച്ചില്ല. ആ പ്ലേറ്റിലങ്ങ് കൊണ്ടുപോയാൽ മതി. പായസം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് മതി. ഫ്രൈയൊക്കെ ചെയ്ത് പാലൊക്കെ ഒഴിച്ച്, പക്ഷെ അത് ഒഴുക്കി, നീ ഒഴുക്കി. ശരിയാവണ്ടോ? മതി, എന്നാ കുറച്ചുകൂടെ തരാട്ടാ. കൂട്ടി കുഴക്കോ? എല്ലാവരും ഇങ്ങനെ പപ്പടവും പഴവും പായസം കൂട്ടിയെ കഴിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇലയിൽ വിളമ്പുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ട് പിന്നാലെ കുത്തുന്ന പോലെയൊക്കെയാണ് കാണിക്കുന്ന കറികൾ. പക്ഷേ ഒരു കറി ഇട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് നെക്സ്റ്റ് കറി വിളമ്പിയായിരുന്നു. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കറികളൊക്കെ കൂട്ടി ഞങ്ങൾ പായസവും പപ്പടവും എല്ലാം പഴമൊക്കെ കൂട്ടിയിട്ട്, പഴം ഞാൻ കൂട്ടിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ പഴം ഇഷ്ടമില്ല. അത് കാരണം പപ്പടവും പായസം കൂട്ടിയിട്ട് ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും കറികൾ കൂട്ടി, ഇത്രയും കറികളിട്ടാൽ ഞാൻ മുഴുവൻ കഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. കാരണം ഞാൻ സാമ്പാർ, അവിയൽ, ദെൻ നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ കറി മാത്രമാണ്, ഇഞ്ചിപ്പുളിയും അച്ചാറും മാത്രമാണ് ഞാൻ കഴിച്ച പപ്പടം കേട്ടോ. ബാക്കി കറികളൊന്നും ഞാൻ കഴിക്കത്തില്ല അധികം. പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കുശാലായിട്ടിരുന്ന് പതുക്കെ ആസ്വദിച്ച് കഴിക്കുക. കാരണം നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അക്കാഡമിയിൽ ഒരു വിഷു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചായിരുന്നു കേട്ടോ. രഞ്ജു മാമൊക്കെ വന്നതിന് ശേഷം ഇത് ഞങ്ങൾ റെഡ് ബ്ലൗസ് ഇട്ട്, ഇത് ഞങ്ങൾ സ്കിന്നിൻ്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന രജനി മിസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ആൾ നല്ലൊരു വൈബായിരുന്നു. ഞങ്ങളുടെ പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒരു അറിയാലോ ഒരു സെലിബ്രേഷൻ്റെ ഒരു എല്ലാ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലായിട്ട് അന്നത്തെ ദിവസം അങ്ങനെ നല്ലൊരു ചിൽ ആൻഡ് എൻജോയ്മെൻറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു വീഡിയോ ആയിട്ട് വ്ളോഗായിട്ടൊക്കെ എടുക്കണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്
ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ പഠിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്കമാലി ഡോറയിൽ കോസ്മെറ്റോളജിയാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ ഞങ്ങളുടെ സെലിബ്രേഷനായിരുന്നു, വിഷു സെലിബ്രേഷനായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ വിഷു സെലിബ്രേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. കാരണം ഇന്നാണല്ലോ വിഷുവിൻ്റെ അന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വിഷുവിന്റെ ആഘോഷം ആദ്യമായിട്ടാണ് ആഘോഷിച്ചിട്ടുണ്ടോ നമ്മള് മുമ്പില്. ഒരു വിഷു ആഘോഷം പ്രതിഭയൊക്കെ ഇരിക്കുന്ന ബാച്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ പോന്നു? പാട്ട് പാടാൻ പറഞ്ഞത് ഇന്റർവ്യൂലൊക്കെ പാട്ട് പാടുമ്പോൾ കൈവിട്ട് പോകും, അല്ലെങ്കിൽ നന്നായിട്ട് പാടും. അതാ ഇപ്പൊ തന്നെ ദുബായിലെ ഇനാഗ്രേഷന്റെ ഒരു റീൽ കൂടെ കണ്ടായിരുന്നു. അതൊന്നും കണ്ടായിരുന്നു സർവകലാശാല. അപ്പൊ അതിന് ആ പാട്ട് ഞാൻ നല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിഷു സെലിബ്രേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ, ബൈ.